എൻ്റെ പേര് സിബി എന്നാണ്. ഞങ്ങളിത് ഒന്നര വർഷമായി നമസ്കാരം, അനുഗ്രഹാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാഗമണിലെ KPM ഫിഷ് ഫാമിലാണ്. വാഗമണിൽ നിന്നും വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ എത്താൻ. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് ഉള്ളത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫോഗും വാട്ടർഫോളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായി ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ കുട്ടവഞ്ചി തന്നെയാണ്. മത്സ്യത്തിനെ നമുക്ക് തൊടാം, ഫീഡ് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, മത്സ്യങ്ങൾ അനുഗമിക്കുന്ന കുട്ടവഞ്ചിയിലെ ഈ യാത്ര തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. മീനുകളെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അപ്പോൾ അവ നമുക്കപ്പോൾ യാത്ര കൂടെ ചെയ്താലോ? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അനുഗ്രഹ അത് ഒരുപാട് എൻജോയ് ചെയ്തു. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും മഞ്ഞും എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബാണ് നമുക്ക് തരുന്നത്. നല്ല കളർഫുൾ ആണ് ഈ മീനുകൾ. എത്ര കണ്ടാലും മതി വരില്ല. നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും, അത്ര മനോഹരമാണ്. നമുക്ക് ഈ ഫാമിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. എൻ്റെ പേര് സിബി എന്നാണ്. ഞങ്ങളിത് ഒന്നര വർഷമായി ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്. വാഗമണിൻ്റെ ടൂറിസ്റ്റ് സാധ്യത മനസ്സിലാക്കിയാണ് ഞങ്ങളിങ്ങനെ തുടങ്ങിയത്. ആദ്യമേ ഞങ്ങളിതിനകത്ത് കോവിഡിന് മുന്നേ ഞങ്ങളിവിടെ മീൻ വളർത്തലായിരുന്നു. ഇതിനകത്ത് കോറി നിന്ന് പോയി കഴിഞ്ഞിട്ട് 2 ഏക്കറോളം ഉണ്ട് ഞങ്ങളുടെ ഈ കോറി പോണ്ട് 2 ഏക്കറോളം ഉണ്ട്. അപ്പോൾ ആദ്യമേ ഗിഫ്റ്റ് സിലോപ്പിയാണ് ഞങ്ങൾ വളർത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരികയും സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ വാഗമണിൻ്റെ ടൂറിസ്റ്റ് സാധ്യത മനസ്സിലാക്കി ഞങ്ങളിങ്ങനെ ഒരു ഗാർഡനും എല്ലാം സെറ്റ് ചെയ്ത് കുറേ ആക്ടിവിറ്റീസ്, പിള്ളേർക്കുള്ള കുറേ ഗെയിംസ്. പിന്നെ ഇതിനകത്ത് ജാപ്പനീസ് കോയിക്കാർപ്പാണ് കിടക്കുന്നത്. ജാപ്പനീസ് കോയിക്കാർ ഒരു 10,000-ഓളം വെറൈറ്റികളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇതിനകത്തൊരു കൊട്ടവഞ്ചിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബോട്ടിങ്ങിന് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ട്രഡീഷണലായിട്ടുള്ള സംഗതിയാണ്. സ്വപ്നങ്ങളിലൊക്കെ ചെന്നാൽ മാത്രമേ ഉള്ളൂ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ മീനിൻ്റെ കൂടെ ഒരു സഞ്ചാരമാണ്. ഇതിനകത്ത് മീനുകളെല്ലാം നല്ലപോലെ ഇണങ്ങി അവർ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വരും. അപ്പം അവരുടെ കൂടെ പോകുന്ന ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇനിയും നല്ല നല്ല കുറച്ച് പ്രോജക്റ്റുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നല്ലൊരു കുറച്ച് ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ഞങ്ങൾ അടുത്ത പ്രോജക്റ്റിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. റിസോർട്ടും എല്ലാം ഇതിൻ്റെ കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സർ, ഈ ഫാമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറയാമോ? ഇത് ശരിക്കും വാഗമണ്ണിൽ നിന്ന് 15 കിലോമീറ്റർ മാറി കുമരികുളം എന്ന് പറയും. കുമരികുളം, വളകോട് എന്നൊക്കെ പറയും. അതായത് ഏലപ്പാറ കട്ടപ്പന, വാഗമൺ കട്ടപ്പന റൂട്ടാണ്. വാഗമൺ കട്ടപ്പന റൂട്ടിൽ ഒരു 15 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഹൈവേയാണ്. കൊച്ചി ധനുഷ്കോടി
ഹൈവേ ആണ്. എന്തായാലും നല്ല നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. അതിനേക്കാളും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സാറിൻ്റെ ഈ ഐഡിയയാണ്. ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ഇത്രയും ഭംഗിയാക്കി മാറ്റിയ ഒരു ടൂറിസം സാധ്യതയിലോട്ട് മാറ്റിയെടുത്തത്. വളരെ സന്തോഷം. മറ്റൊരു ആകർഷണമാണ് ആർട്ടിഫിഷ്യൽ ഫ്ലോഗ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടവഞ്ചി സവാരിയും കളിയും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടെ തന്നെയുള്ള നല്ല ഫ്രഷ് മത്സ്യ വിഭവങ്ങൾ കൂട്ടി ഊണും കഴിക്കാം. ഇതൊരു ഫിഷ് ഫാം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഫ്രഷ് ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ വൈകുന്നേരമായി, അതുകൊണ്ട് തന്നെ നമ്മൾ ചായയിൽ ഒതുക്കുകയാണ്. അപ്പോൾ തൽക്കാലം ചായയും നല്ല ചൂട് ഉള്ളിവടയും കഴിച്ച് നമുക്ക് മടങ്ങാം. ഇവിടെ ജ്യൂസ് വെറൈറ്റീസും ഉണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ടാണ് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ വാഗമണ്ണിൽ വരികയാണെങ്കിൽ KPM ഫിഷ് ഫാം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അതുപോലെ മീനുകൾ അനുഗമിക്കുന്ന കുട്ടവഞ്ചി സവാരിയും എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്